നല്ല ക്ഷേത്രങ്ങളുണ്ട്, അത്രത്തോളം തന്നെ മനുഷ്യരെ നശിപ്പിക്കാൻ കഴിയുന്ന ക്ഷേത്രങ്ങളുണ്ട്. നശിപ്പിക്കാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിൽ ആവാഹിച്ച് വെച്ചിരിക്കുന്ന ഈവിൾ സ്പിരിറ്റുകളെ മൊത്തം, അതായത് ആ പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നെഗറ്റീവ് സോളുകളെ ആവാഹിച്ച് വെച്ചിരിക്കുന്നതാണ്. അവിടെ നിന്നാണ് ഓരോ സോളുകളെയും വന്നിരുന്നു 5 മിനിറ്റിനുള്ളിൽ ഇഷ്യൂ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ വന്നിരുന്ന 5 മിനിറ്റ് ഇഷ്യൂ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. പെൺകുട്ടി അബോധാവസ്ഥയിലോട്ട് പോയി. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുഴുവനും ഈ സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സർപ്പം എന്ത് ചെയ്യുന്നു അതുപോലെയൊക്കെ അവർ കാണിക്കുന്നുണ്ട് ശരീരത്തിന്റെ ചേഷ്ടകൾ കൊണ്ട്. കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. അവരോട് പറഞ്ഞ എന്താണെന്നറിയോ, ആ നാഗയക്ഷിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അവരെ തലയിൽ കൈ വെച്ചിട്ട് ആ ലേഡി പറയുകയാണ് ഇവരോട്, എൻ്റെ പൂജ കഴിഞ്ഞ് എല്ലാം കഴിയുന്നവരെ അത് കഴിഞ്ഞ് എവിടെയാണോ ഈ പ്രതിഷ്ഠ ഉള്ളത് ആ ഭാഗത്തേക്ക് തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടുകൊണ്ട്. ഇതിപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഷെയർ ചെയ്യാം. അതായത് പലപ്പോഴും ഈ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോളുകളുണ്ട്, നമ്മളെ ഒരു പക്ഷേ വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് പോകുന്ന സോളുകളുണ്ട്, ചിലപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള അപകടകരമായ സോളുകൾ. അപ്പോഴെല്ലാം നമ്മൾ ഈ സഹായങ്ങൾ തേടുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ ഇല്ലാണ്ടാക്കി കളയുന്ന പറയുന്ന അത്രയും പവർഫുള്ള ഒരിക്കലും ഒരു സോൾ ആയിരിക്കില്ല ചിലപ്പോൾ. എനിക്കും ഇത്തരത്തിലുള്ള അറ്റംപ്റ്റ് ആയിട്ടൊരു സോൾ ഇഷ്യൂ എനിക്ക് കഴിഞ്ഞൊരു 2 മാസം മുന്നേ എനിക്ക് വന്നിരുന്നു. ഞാൻ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ പൊതുവെ ഞാൻ ഇത്തരത്തിലുള്ള കാര്യം എടുക്കാറില്ല. കാരണം നമുക്ക് പല നമുക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലാണല്ലോ. ഇതൊരു പെൺകുട്ടിയായിരുന്നു, നന്നായി പഠിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ജോലി സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ്. എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം കല്യാണം കഴിപ്പിച്ചിട്ട് വീട്ടിൽ ഈ പെൺകുട്ടിയോട് ഭയങ്കര ഈഗോ ആയി അവിടുത്തെ ഫാമിലിക്ക്. അപ്പോൾ പിന്നെ പഠിക്കണ്ട, ജോലിക്ക് പോകേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു നേച്ചറൊക്കെ എടുത്തതിന് ശേഷം ഇവർ പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് 2 ടൈപ്പ് ക്ഷേത്രങ്ങളുണ്ട്. എനിക്കറിയാലോ, നല്ല ക്ഷേത്രങ്ങളുണ്ട്, അത്രത്തോളം തന്നെ മനുഷ്യരെ നശിപ്പിക്കാൻ കഴിയുന്ന ക്ഷേത്രങ്ങളുണ്ട്. നശിപ്പിക്കാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിൽ ആവാഹിച്ച് വെച്ചിരിക്കുന്ന ഈവിൾ സ്പിരിറ്റുകളെ മൊത്തം, അതായത് ആ പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നെഗറ്റീവ് സോളുകളെ ആവാഹിച്ച് വെച്ചിരിക്കുന്നതാണ്. അവിടെ നിന്നാണ് ഓരോ സോളുകളെയും ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവിടെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ബുക്ക് തുറന്നാൽ വായിക്കുന്നത് മനസ്സിലാവുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി, നെറ്റ് JRF എഴുതി ജോലിക്ക് കയറാൻ വേണ്ടിയിരിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്ത് പറ്റുന്നില്ല, അപ്പോൾ ബുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, വരൂ, വന്നിട്ട് ഒരു സെക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. വന്നിരുന്നു 5 മിനിറ്റിനുള്ളിൽ ഇഷ്യൂ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ വന്നിരുന്ന 5 മിനിറ്റ് ഇഷ്യൂ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. പുറത്തോട്ട് പ്രൊജക്റ്റ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, അവിടെ തന്നെ ഇരിക്കാം. ശേഷം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, ഞാൻ കുറച്ച് മെഡിറ്റേഷനൊക്കെ എല്ലാം കൊടുത്തതിനും വിട്ടതിന് ശേഷം രണ്ടാമതൊരു ഓൺലൈൻ സെക്ഷൻ എടുത്തതിന് ശേഷം പിന്നെ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ഇറങ്ങി പോകാൻ പറയുന്നില്ല, മാറാൻ പറയുന്നില്ല, എന്തിനാ വന്നേന്ന് ചോദിക്കുന്നത്, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. കാരണം ഈ സോളിന്റെ നേച്ചർ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പൊ സോളിന്റെ നേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് സോള് പുറത്തേക്ക് ഇടും. പലപ്പോഴും ഈ സോളുകൾ തിങ്ക് ചെയ്യുന്നത് നമ്മൾ തിങ്ക് ചെയ്യുന്ന പോലെ അല്ല, ഇവർ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും പോലെ ഇരിക്കും. ആ ക്യാരക്ടറും അവര് വളരെ വീക്കാണെങ്കിൽ മാത്രമേ നമ്മളെ ഭീഷണിപ്പെടുത്തുള്ളൂ. അവർ വീക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഭീഷണിപ്പെടുത്തില്ല. ഇതെന്താണെന്ന് ഞാൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളിയാക്കി ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. പെൺകുട്ടി അബോധാവസ്ഥയിലോട്ട് പോയി. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുഴുവനും ഈ സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ പോവാൻ, ഈ ശരീരത്തിൽ നിന്ന് പോകാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. നിങ്ങൾ അവിടെ ഇരുന്നോ, പ്രശ്നമില്ല, ഇപ്പൊ എന്താ വേണ്ടേ, അല്ല എനിക്കൊന്നും വേണ്ട, പറ്റൂല, ഞാൻ ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞു, പോവണ്ടെന്നേ, അവിടെ ഇരുന്നോന്നേ, എത്ര അവിടെ ഇരിക്കാൻ പറ്റും, അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല, നിന്നെ ഞാൻ നശിപ്പിക്കും, നിന്നെ ഞാൻ ഇല്ലാണ്ടാക്കി. ഞാൻ ഇതൊക്കെ അവരുടെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ അത് കേട്ട് പേടിക്കണോ, നീ ഇപ്പൊ ഇല്ലാണ്ടാക്കുമ്പോൾ ഞാൻ പേടിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? എന്നായാലും നിങ്ങളെ പോലെ ഒരിക്കലും മരിക്കേണ്ട ഒരാളല്ലേ ഞാൻ, അത് ഇന്നും മരിക്കേണ്ട ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇവരുടെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നമ്മളൊരു എനർജി പാസ് ചെയ്തതിനു ശേഷം ഈ സാധനം പുറത്തോട്ട് വരും. പിന്നീട് ഒരു കുറച്ച് നാളെങ്കിലും അതെല്ലാം കട്ടായി പോയി. സംഭവം അത്രേ ഉള്ളൂ, ഈ അമ്പലത്തിൽ നിന്ന് ആവാഹിച്ച് വിട്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് സോളാണ് ആക്ച്വലി ഇത്. ഈ നെഗറ്റീവ് സോളിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടീനെ അടുത്ത ഗ്രേഡിലോട്ട് ഒരു കാരണവശാലും ഉയർത്തരുത്. ഈ സോളിന് വേറെ ഒരു ആവശ്യമില്ല, കൊല്ലണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നശിപ്പിക്കണമെന്നോ ഒരു ആവശ്യമില്ല. വിദ്യാഭ്യാസപരമായിട്ട് അടുത്ത ലെവലിൽ പോകാൻ പാടില്ല. പുസ്തകം തുറക്കാനോ ഒരു എൻട്രൻസ് എഴുതാനോ അല്ലെങ്കിൽ ഒരു PSC എക്സാമിന് പോകുന്ന സമയത്ത് ഓർമ്മയില്ല. മരുന്നുകൾ കഴിച്ചു, ഒരുപാട് അമ്പലം മുഴുവൻ, അതായത് എനിക്ക് വന്നിട്ടുണ്ട്, പല കേസുകൾ വന്നിട്ടുണ്ട്. പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര ഗുണമായിരിക്കും. ഇത് എന്നോട് ഒരു വ്യക്തി, അതായത് നമ്മളിപ്പോ സർപ്പാരാധന നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഞാൻ ഇതിലൊരു റിസർച്ച് നടത്താൻ തുടങ്ങിയിട്ട് ഒരു 5-8 വർഷമായി. അപ്പോൾ ഈ സർപ്പവുമായി ബന്ധപ്പെട്ട ഒരു കേസ്, ഞാൻ അവരുടെ പേരൊന്നും വെളിപ്പെടുത്തില്ല, ഒരു സ്ത്രീ, അവരുടെ പ്രായം ഞാൻ പറയാം, അവർ അന്ന് ഒരു 10-72 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവര് എൻ്റെ മുമ്പിൽ വരുന്നത് 2023-ലാണ്. നേരത്തെ അറിയും ഞാൻ, പക്ഷെ ഇവർക്ക് പ്രശ്നബാധിതമായിട്ട് എൻ്റെ അടുത്ത് വന്നു, ഹീൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അവരുടെ ഭർത്താവും കൂടെ ഉണ്ട്. എൻ്റെ ഹീലിംഗ് റൂമിലേക്ക് എത്തി. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടൊക്കെയാണ്. ഞാൻ അവരെ ആനയിച്ചിരുത്തി
വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ ശേഷം ഹീൽ ചെയ്യണം ബിനോയ് എന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നേ ഇല്ല. അപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണെന്നറിയോ? കൈകാലുകളൊക്കെ ഇട്ട് പിരിക്കുന്നു എന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സർപ്പം എന്ത് ചെയ്യുന്നു അതുപോലെയൊക്കെ അവർ കാണിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ ചേഷ്ടകൾ കൊണ്ട്. ഞാൻ ഹീൽ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെന്ന് എനർജി കൊടുത്തിട്ട് നമ്മൾ സെൻസ് ചെയ്യുമെന്ന്, ഇതെന്താണ് ഏത് എനർജിയാണെന്ന് സെൻസ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ കാണിച്ചു തരുന്നത് ഒരു 4.5 അടി വീതിയും, അതായത് ഇങ്ങനെ നിൽക്കുന്ന സർപ്പത്തിൻ്റെ ഒരു 4.5 അടി വീതിയും ഒരു 7-7.5 അടി പൊക്കവും ആ ഇങ്ങനെ നിൽക്കുന്ന സർപ്പത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ താഴോട്ട് എത്ര ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭീകരമായൊരു സർപ്പമാണ്, ഞാനിവിടെ ഹീൽ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ മാസ്റ്റേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അത് പ്രശ്നം വെച്ച് അവർ സർപ്പക്കളത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നാഗയക്ഷിയായി മാറിയ ഒരു ലേഡി ഇവരുടെ തലയിൽ കൈ വെച്ചിട്ട്, അപ്പോൾ ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പരിഹാരം കാണുന്നതെന്ന് പറയുന്നത് പാമ്പുമേക്കാവാണ് കാണുന്നത്. എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് പാമ്പുമേക്കാവെന്നുള്ള മന ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ, ആ മനയാണ് തെളിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നോക്കട്ടെ അത് അമ്മയെടുത്ത് പോയാലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടും അവർക്ക് പരിഹാരമൊന്നും ആയില്ല. അവസാനം ഇവർ ഈ സർപ്പക്കളത്തിൽ അന്ന് കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. അവരോട് പറഞ്ഞ എന്താണെന്നറിയോ? ആ നാഗയക്ഷിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് അവരെ തലയിൽ കൈ വെച്ചിട്ട് ആ ലേഡി പറയുകയാണ് ഇവരോട് പാമ്പുമേക്കാവ് പോകാൻ 3 തവണ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ് 3 തവണ. അത് മാത്രമല്ല അന്ന് അവിടെ കായംകുളത്ത് വെച്ച് നടന്ന ആ ഒരു ചടങ്ങിൽ ഞാനവിടെ നിൽക്കുകയാണ്. 10:35 ആയപ്പോൾ തുടങ്ങി ഈ സർപ്പപൂജ. അപ്പോൾ സർപ്പപൂജ ഒരു സ്ഥലത്ത് നടക്കുന്നു. അതുകൂടാതെ ഈ വില്ലടിച്ചൻ പാട്ടുമൊക്കെ ഇട്ട് ഇതുണ്ടല്ലോ, ആ വർഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ അതിനു വേണ്ടിയിട്ട് ആരാധനയ്ക്കും പാട്ടിനുമായിട്ട് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് സർപ്പക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് പഞ്ചാരി മേളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും ബഹളം നടക്കുന്നിടത്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇത്രയുള്ളൊരു സർപ്പം അവിടെ വരികയാണ്. ക്യാൻ യു ഇമാജിൻ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ജസ്റ്റ് പിന്നെ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. കാരണം ഞാനൊരു എത്തിസ്റ്റ് ആയിരുന്നു ചെറുപ്പത്തിൽ. എന്നെ ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്, പയസ്സായിരുന്നെങ്കിലും പിന്നീട് ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ ചുമ്മാ വെറുതെ തട്ടിപ്പാണ്, ഈ മതങ്ങളൊക്കെ വെറുതെ മനുഷ്യനെ വെറുതെ തട്ടിക്കുന്നതാണെന്നുള്ള ലെവലിൽ പിന്നെ ഞാൻ വലിയ വിശ്വാസമൊന്നും അല്ലാതെ പോകുന്ന കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സർപ്പോടെ വന്ന് ഒരു 11:40 അവിടെ വന്ന് ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക് കസേരയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയും ഒരു മഹാദേവ പ്രതിഷ്ഠയുടെ നടുക്കേക്കടെ വന്ന് മഹാദേവ പ്രതിഷ്ഠയുടെ ബാക്കിലേക്ക് പോയി. ഒരു കുഞ്ഞമ്പലമാണ്. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ ഈ അമ്പലത്തിൻ്റെ അവിടേക്ക് നടപ്പാതയുണ്ട്. അതായത് ഇഷ്ടിക മറ്റേ മണ്ണുകൊണ്ടുണ്ടാക്കിയ ടൈൽസ് ഉണ്ടല്ലോ, അതുകൊണ്ടുണ്ടാക്കിയ ഒരു തറയാണ്. ആ തറയിൽ ഞാനൊക്കെ ഇരുന്ന ഭാഗത്തേക്ക് ഈ പാമ്പ് ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ പാമ്പ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വകഞ്ഞു മാറിയും കൊടുത്തു. ആരും ഉപദ്രവിച്ചിട്ടില്ല. ഈ പാമ്പ് വന്നിട്ട് ഈ കിടക്കുന്ന കസേരയില്ലേ, ഇതുപോലത്തെ ഒരു കസേര, ബ്രൗൺ കളറിലൊരു കസേര, ഇതേപോലത്തെ ഒരു കസേര, കൈയൊന്നും ഇല്ലാത്ത ആ കസേരകളിൽ 3 കസേര 4 കസേര അവിടെ കിടന്നിരുന്നു. അതിൽ ഒരു കസേരയിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ എൻറ്റയർ ആ പൂജ കഴിയുന്നവരെ ഇത്രയും സാധാരണഗതിയിൽ കാലുകൊണ്ടൊരു ശബ്ദം ഉണ്ടാക്കിയാൽ പോലും ഒരു പാമ്പ് ഓടിപ്പോവും. ഇതവിടെ നിന്നു എന്നുള്ളതാണ്. എൻറ്റയർ പൂജ കഴിഞ്ഞ് എല്ലാം കഴിയുന്നവരെ, അത് കഴിഞ്ഞ് എവിടെയാണോ ഈ പ്രതിഷ്ഠ ഉള്ളത് ആ ഭാഗത്തേക്ക് തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു, ആ എനർജി വരുന്ന സമയത്ത് ഞാൻ എനർജി സെൻസിറ്റീവാണ്. കാലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ കുപ്പിച്ചിലൊക്കെ കയറുന്ന പോലെ ഇങ്ങനെ വൈദ്യുതി തരംഗങ്ങൾ കയറില്ലേ എന്ന പോലത്തെ അനുഭവം എനിക്കുണ്ടായത്. അപ്പം ഞാൻ നിന്ന് കാണുകയാണ്. ഞാനത് ഫോട്ടോ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. എൻ്റെ കൂടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹം സാക്ഷിയാണ്. ഇതിപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഷെയർ ചെയ്യാം. അതായത് പലപ്പോഴും ഈ ആളുകളുടെ വിചാരം പലപ്പോഴും ഈ സോളുകളെല്ലാം വളരെ നെഗറ്റീവാണ്. അല്ലല്ലോ. സോളുകൾ പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോളുകളുണ്ട്, നമ്മളെ ഒരു പക്ഷേ വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് പോകുന്ന സോളുകളുണ്ട്, ചിലപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള അപകടകരമായ സോളുകൾ. അപ്പോഴെല്ലാം നമ്മൾ ഈ സഹായങ്ങൾ തേടുന്നുണ്ട്. ഒരു പക്ഷെ നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ ഇല്ലാണ്ടാക്കി കളയുന്ന പറയുന്ന അത്രയും പവർഫുള്ള ഒരിക്കലും ഒരു സോൾ ആയിരിക്കില്ല. ചിലപ്പോൾ ഒന്നോ ആ സോള് പക്ഷെ മറ്റുള്ള സോളുകളുടെ സഹായം കൂടി ചേർന്നിട്ട് നേരത്തെ പറഞ്ഞ അങ്ങനത്തെ കേസാണ്. രണ്ടുപേരുണ്ട്. വലിയൊരു എനർജി ആയിരിക്കും ഇവർ നിൽക്കുന്നത്. ചിലപ്പോഴും സിംഗിൾ സോളുകളാണെങ്കിൽ നമുക്ക് പറഞ്ഞുവിടാൻ ഭയങ്കര എളുപ്പമാണ്. ചിലപ്പോൾ 1, 3, 3-ലധികം സോളുകളൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാരണം 3 സൈഡിൽ നിന്ന് നമ്മൾ ലോക്കായി പോകും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ സോൾ പ്രസൻസ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു എനർജിയുടെ ഒരു ഇഷ്യൂ സംഭവിക്കുമ്പോൾ എല്ലാം പല സോളുകളെയും അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് നമുക്ക് അങ്ങനെ എടുക്കാം. ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു പക്ഷേ എന്തെങ്കിലും പൂജകൾ ചെയ്തിട്ട് സോളുകൾ, ആചാര കർമ്മങ്ങൾ ചെയ്ത് വിടുന്ന സോളുകൾ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും സെക്ഷുവാലിറ്റി ഇല്ല.
അതെ അതെ, നഷ്ടപ്പെട്ടു സെക്ഷൽ ലൈഫ് ഇവർക്ക് ഒരു കാരണവശാലും ഇത് വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് സെക്ഷുവാലിറ്റി വർക്കൗട്ട് ആവുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ഭാര്യയുമായിട്ട് എനിക്ക് ആനന്ദത്തിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ എന്ത് പറ്റുന്നില്ല, ഇവർക്ക് സെക്ഷൽ ബ്ലോക്കാ. അപ്പൊ ഇവരുടെ വിചാരം എന്താ, ഇവർ പോയിട്ട് മരുന്ന് കഴിക്കും, മാറൂല, തെറാപ്പി എടുക്കും, മാറൂല, ഇവരെ പല അമ്പലങ്ങളിൽ പോകും, മാറൂല. സംഭവം എന്താ, ഇതൊരു സോൾ കണക്ഷനാണ്. ആക്ച്വലി ഇതൊരു സോളിന്റെ എനർജി, ഒരു നെഗറ്റീവ് എനർജി നിന്ന് കണ്ടിന്യൂ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ സാധനം. കാരണം ഇത് നമ്മൾ തപ്പി പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഇവരുടെ കഴിഞ്ഞു പോയ ലൈഫിൽ എവിടെയോ ഇവരെന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു. ഈ കുരുത്തക്കേട് കാർമിക് സാധനമാണ്. അല്ലെങ്കിൽ ആ ചെയ്ത വ്യക്തി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഒരു കാമുകി, ആ കാമുകിനെ സ്നേഹിക്കുന്നു, സെക്ഷൽ ലൈഫ് എല്ലാം അവര് എടുക്കുന്നു, ശേഷം ഈ പെൺകുട്ടീനെ പുറത്തോട്ട് തള്ളിക്കളയുന്നു. അടുത്ത നിമിഷം ഈ പെൺകുട്ടി കുറച്ചുകൂടി അത്യാവശ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിവുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ആദ്യം ചെയ്യുന്നത് ഇതായിരിക്കും, അവന്റെ ഫാമിലി ലൈഫ് ഇല്ലാണ്ടാവണം. അവന്റെ ഫാമിലി ലൈഫ് ഇല്ലാണ്ടാവണമെങ്കിൽ വളരെ ചെറിയൊരു കാര്യം മതി, സെക്ഷുവാലിറ്റി ഇല്ലാണ്ടാക്കിയാൽ മതി. സെക്ഷുവാലിറ്റി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് സമാധാനം, എന്തുമാത്രം ഡിപ്രഷൻ ആയിരിക്കും ആലോചിക്കും, ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും, ഭാര്യയ്ക്ക് ഒരു സമാധാനം കിട്ടില്ല, ലൈഫേ പരാജയമായിരിക്കും. അപ്പോ ഈ പല ആളുകളുടെയും സെക്ഷുവാലിറ്റി ഇല്ല. അപ്പൊ എനിക്ക് വന്ന ലാസ്റ്റ് കേസ് ഇങ്ങനത്തെ ആയിരുന്നു. സെക്ഷുവാലിറ്റി ഇല്ലാണ്ടാവുന്നതും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇത് ആളുകൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ എല്ലായിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇവിടെ എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അവരോട് ചോദിക്കുമ്പോൾ അവര് സമ്മതിക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആരോ ഹാക്ക് ചെയ്ത പോലെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം ചെയ്തപ്പോൾ ഇപ്പൊ എനിക്ക് വരുന്ന കേസുകൾ അങ്ങനെയാണ്. ആ സമയത്ത് ഇവരതിന് ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ഡിസ്റ്റർബൻസ് കാണിക്കും, വേറൊരു കാര്യം അങ്ങ് മൈൻഡിനെ അങ്ങ് തട്ടിത്തെറിപ്പിച്ച കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പൊതുവെ കണ്ടിട്ടുള്ളതാണ്. വിചാരം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും എൻ്റെ അടുത്ത് എത്രയോ കേസ് വന്നിരിക്കുന്ന അറിയോ, ഞാൻ തുറന്നു പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇയാൾ വെറുതെ ബെഡായി പറയാമെന്ന് വിചാരിക്കും. പക്ഷെ വാസ്തവമാണ്. ഇപ്പം ഞാൻ ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ നന്നാവുന്നതിൽ അസൂയ പൂണ്ടിട്ട്, ഇപ്പൊ അമ്മാവന്റെ മോള്, അമ്മാവന്റെ ബന്ധുക്കാരുടെ കറക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അമ്മാവന്റെ മകള് നന്നായി പോയി, അപ്പൊ കസിന് അസൂയ തോന്നി. ഇതുപോലെ തന്നെ ദുർപൂജകൾ നടത്തുന്ന ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അവർക്കെതിരെ ഒരു ദുരാചാരം ചെയ്യുക. അതാണ് ഈ ആഭിചാരം. ആഭിചാരം എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി നമ്മളൊരു ബാറ്ററി വർക്ക് ചെയ്യണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ വർക്ക് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഇത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഡാർക്ക് ഉണ്ടെങ്കിൽ വൈറ്റ് ഉണ്ട്, വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, സൗന്ദര്യം ഉണ്ടെങ്കിൽ വൈരൂപ്യമുണ്ട്. ഇത് യൂണിവേഴ്സിന്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ്. ഇൻ യാങ് എന്ന് പറയും. ഫീമെയിൽ ഉണ്ടെങ്കിൽ എന്തുണ്ട്, മെയിലുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഒരു വൈരുദ്ധ്യം, ഈ ശരിക്കും പറഞ്ഞാൽ കോൺട്രാഡിക്ടറി ആയിട്ട് തോന്നും, നമുക്കിത് കോൺട്രാഡിക്ഷൻ ആയിട്ട് തോന്നും. പക്ഷെ ഈ കോൺട്രാഡിക്ഷൻ ഉണ്ടെങ്കിലേ ലോകത്തിന് നിലനിൽപ്പുള്ളൂ. രാത്രിയും പകലും ഇല്ലെങ്കിൽ ഭൂമിക്ക് നിലനിൽപ്പുണ്ട്. ഇനി സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതോടുകൂടി ഭൂമി തകർന്നു പോകും, തരിപ്പണമോ. അപ്പോൾ ഇത് വെളിച്ചവും ഇരുട്ടും എന്ന് പറയുന്ന പോലെ തന്നെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഈ ലോകത്തുണ്ട്. എനർജിയാണത്. എനർജി സെൻസ് ചെയ്യണമെങ്കിൽ ഒരു സൈക്കിക് എബിലിറ്റി വേണം. അങ്ങനെയുള്ളവർക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും. അവരൊരു ആന്റിനെ പോലെ അതിനെ മനസ്സിലാക്കാനും സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതാണ് സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇത് അനുഭവിച്ചറിയാൻ പറ്റും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ബെഡായിയാണ്, അല്ലെങ്കിൽ ചുമ്മാ ഇത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാ സോളുകളും ചെയ്യുന്ന എന്താ പറയാ പ്രവർത്തികൾ ഒന്നല്ല. ചില സോളുകൾ വന്ന് ഇവരുടെ സൗന്ദര്യം ഇല്ലാണ്ടാക്കുന്ന സോളുകളുണ്ട്. അതായത് ഇവരുടെ ബോഡി ലാംഗ്വേജ് മൊത്തം ചേഞ്ച് ചെയ്തത്. അതായത് ചുക്കിച്ചുളിഞ്ഞ സ്കിന്നും ഹെയറും കാര്യങ്ങളൊക്കെ, അത് അവർക്കത് മതി. ആ സോള് ഒരു പക്ഷേ എതിരുള്ള നിറം വരെ മാറി പോകുന്ന കണ്ടിട്ടുണ്ട്. മൊത്തം ചേഞ്ച് ആക്കി കാണുമ്പോ തന്നെ ഉറക്കം നഷ്ടപ്പെട്ട് ഒരു വികൃത രൂപത്തിലോട്ട് ഒരു അസൂയ പൂണ്ടിട്ട്, ഇപ്പൊ അങ്ങ് പറഞ്ഞ നേരത്തെ പറഞ്ഞ അസൂയ പൂണ്ടിട്ട് ബന്ധുക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ചെയ്തു വെക്കുന്ന ഒരു ക്രിയയാണത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ മകന് ഒരു 8 മാസം 8.5 മാസം ഉള്ളപ്പോൾ, ഞാൻ ഗൾഫിൽ പോകുന്നതിനൊക്കെ മുന്നെയാണ്, ഞാൻ പ്രാണിക്കലിയും പഠിച്ചിരിക്കുന്ന സമയമാണ്. 2010 കേട്ടോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം 2010 ലാസ്റ്റ് ഓഗസ്റ്റിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. മകൻ അന്ന് ഒരു 8-8.5 വയസ്സുള്ളൂ. ഒരു ചെറിയൊരു ചുമ വന്നിട്ട് ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അവിടെ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, അവിടെ കൊണ്ടുപോയി. അപ്പോൾ മോളും കുഞ്ഞാണ്, ഒരു 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അവൾ എൻ്റെ കൂടെ കാറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ കൊണ്ടുപോയിട്ട് അവൾ കാണിച്ചോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്നതോടുകൂടി മകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും, ആ അയൽവക്കക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ടാറ്റ കൊടുക്കുകയും, ഇപ്പം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ, എല്ലാവർക്കും ടാറ്റ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു പയ്യൻ, ഇവൻ ഒരിക്കലും ഒച്ചയിൽ നിലവിളിക്കുന്ന അവർ കേട്ടിട്ടില്ല. ഈ കുട്ടി വീട്ടിൽ വന്ന് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടില്ല, ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ കൊച്ചു പെട്ടെന്ന് കരയാൻ കാരണം എന്താണ് എന്നിങ്ങനെ ആലോചിച്ചു.
ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എനർജി അസസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു നെഗറ്റീവ് എനർജി. എനിക്ക് ആ വ്യക്തിയെ കാണാം, ഒരു പച്ച സാരിയും ചുവന്ന ഒരു ബ്ലൗസും ഒക്കെ എടുത്തിട്ട് ഒരു മീഡിയം ഹൈറ്റുള്ളൊരു ലേഡി തെളിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, ആരെങ്കിലും കൊച്ചിനെ നോക്കുന്നതായിട്ട് എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ നിന്ന് ചേച്ചി കുറേ നേരം അവനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു, കുട്ടാന്നൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ നോട്ടം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ചേട്ടാന്ന് പറഞ്ഞു. ആക്ച്വലി അത് കണ്ണേറ്റം എന്നുള്ളത് കണ്ണേറിയതാണെന്നുള്ള അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇയാളെ ഈ കൊച്ചിനെ കൊണ്ടുപോകണം ആശുപത്രിയിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം, ഇവൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ എനർജി എടുത്ത് ഉപ്പുവെള്ളത്തിലേക്ക് കളഞ്ഞു, സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ കൊച്ച് കരച്ചിൽ നിർത്തി.